ഹലോ രാധേ രാധേ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ഡെയിലി ബ്ലോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ ഡെയിലി ബ്ലോഗ് എങ്ങനെയാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ഞങ്ങളെ വീട്ടിലാണെങ്കിൽ ഗോതമ്പ് വീട്ടിൽ നിന്നാണ് ഗോതമ്പ് പൊടിപ്പിച്ചിട്ട് യൂസ് ചെയ്യൽ. അപ്പോൾ അതെങ്ങനെ ചെയ്യുക യൂസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഗോതമ്പ് ഉണ്ടാവുക. ഇതിൻ്റെ ഉള്ളിലാണ് ഗോതമ്പ് നിറയ്ക്കുക ഉണ്ടാവുക. ഇങ്ങനെയാണ് ഗോതമ്പ്. അപ്പോൾ ഇതിലൊരു 500 കിലോൻ്റെ അടുത്തുണ്ടാവും. ഈ ഡ്രമ്മിൽ 500 കിലോൻ്റെ അടുത്തേക്കും ഇങ്ങനെ 4-5 വെള്ളത്തിൽ നല്ലപോലെ വൃത്തിയിൽ കഴുകിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും. കഴുകിയ ഗോതമ്പൊക്കെ ഇവിടെ വെക്കും. എന്നിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് മുകളിൽ ഉണക്കും. ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കും. ആണ് കത്തിക്കുന്ന വിറക് വെക്കുക. ഇവിടെ കുരങ്ങന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ 2 എണ്ണം. 2 കുരങ്ങന്മാരുണ്ട്. ഇനിയും ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അത് വരും കുറച്ച് കഴിഞ്ഞാൽ. ഡെയിലി ഇവിടെ വരുന്നതാണ്. ഇല്ല ഇനി ഫസ്റ്റ് ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ വെറും ചായ കേട്ടോ. പിന്നെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കണം. മൈസൂർ പരിപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് പരിപ്പ് നോക്കേണ്ട ആവശ്യമില്ല, നല്ല പരിപ്പാണ്. ഇതിലൊന്നും ഉണ്ടാവില്ല. പിന്നെ 3 തക്കാളി. ഇത് ഇൻഡക്ഷൻ കുക്കറായിട്ട് ഈ ഇൻഡക്ഷനിലാണ് വെക്കുക. അപ്പോൾ പെട്ടെന്ന് ആവും. അങ്ങനെ ചായ റെഡിയാണ്. നിങ്ങളെല്ലാവരും വന്നോളി. എല്ലാവർക്കും സ്വാഗതം. വെറും ചായ ആണ് കേട്ടോ. നമ്മളെ അവിടുത്തെ പോലെ ഈ കടികളോ പിന്നെ എന്താ പറയുക ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. വെറും ചായ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളൂ. എല്ലാവർക്കും സ്വാഗതം. ആട്ട കൊഴിച്ച് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കാണ്ട്. പിന്നെ ഇതാ എല്ലാവരും ഗോതമ്പ് ഉണക്കാൻ വേണ്ടിയിട്ട് ഓരോ പണിയിലാണ്. അപ്പം ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇത് നമ്മളവിടുത്തെ അരിയാണ്. കേരളത്തിലെ അരി പാർസൽ വന്നപ്പോൾ അതിൽ വന്നതിന്.
അപ്പോൾ ഇതിൽ പേരില്ല, ഈ അരിക്കെന്താ എന്താ പേര് എനിക്കറിയില്ല. ഇതാ ഇത്ര കൊണ്ടുവന്നിട്ടോ പച്ചക്കടല ഇത്ര. ഇത് ലാസ്റ്റാണ് കേട്ടോ, ഇനി കിട്ടൂല. ഇത് സീസൺ കഴിഞ്ഞോണ്ട് സീസൺ കഴിയാനായി, ഇനി ലാസ്റ്റാണ്. ഇന്നോ നാളെ മറ്റന്നാൾ 2-3 ദിവസം കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് 10 കിലോ ആണ് ഇത് ടോട്ടൽ കാണുന്നത്. ഇതാ 10 കിലോ. ഇത് ഈ കടല മറ്റേ ഇതിൻ്റെ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാനാണേ. അപ്പോൾ അത് നല്ല പച്ചയുള്ള മുരിങ്ങൻ്റെ ഇല ഉണ്ടാവില്ല, നല്ല പച്ചയുള്ള ഇല, അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കില്ല. അതേപോലെ തന്നെ ഈ കടലേൻ്റെ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും. ഇങ്ങനെ ഇല മാറ്റി വെക്കും, പിന്നെ ആ കടല വറുത്തിട്ട് പുഴുങ്ങിയിട്ട് പിന്നെ കറി ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കും. അങ്ങനെയാണ്. ഇപ്പുറത്തെ മോനക്ക് വേണ്ടിയിട്ട് എന്താണ് മാഗി ഉണ്ടാക്കുകയാണേ. ഓന് മാഗി ചോദിച്ചപ്പോൾ മാഗി കൊടുക്കാം. ഇതാണ് കേട്ടോ സമോസയ്ക്ക് ബച്ചേ. ഇത് പുറത്തിങ്ങനെ വിൽക്കാൻ വരുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ വാങ്ങിയതാണ്. എത്ര ഇതിന് 10 രൂപയ്ക്ക് 4 പീസാണ് കേട്ടോ. ഇതിന് സമോസയ്ക്ക് ബച്ചേ മീൻസ് സമോസയുടെ കുട്ടികളാണ് ഇതൊക്കെ. ചെറുതാണ്. 10 രൂപയ്ക്ക് 4 പീസ്. സമോസ കുട്ടി കഴിക്കാൻ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വന്നോളി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇതാണ് ഈ കടലപ്പൊടി മാവാണ്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോർക്ക് കൂട്ടി കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം കാരണം ഉപ്പേരി ഒന്നുമില്ല, അപ്പോൾ ഇതുണ്ടാക്കി. അങ്ങനെ ഇത് റെഡിയായി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പണി ചെയ്യുള്ളൂ. ഇവിടെ കുരങ്ങനുണ്ട് കേട്ടോ. ഇതവിടെ കോണീൻ്റെ അവിടെ കുരങ്ങനെ ഇരിക്കുകയാണ്. अंदर ही आ रहा है पानी रहने दो चल जाना
എണീച്ചത്തില്ല. ഇതെല്ലാവർക്കും വേണ്ടി വിളമ്പാണ്. അപ്പോൾ ഭക്ഷണം തയ്യാറായി. നിങ്ങളെല്ലാവരും വന്നോളി. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫുഡിൽ. അപ്പോൾ അഭിപ്രായം എന്തായാലും പറയണം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അപ്പോഴേക്ക് ബൈ ബൈ. निकाल दो. बंडर മെഷീനിൽ കംപ്ലൈൻറ്റ് വന്നുകൊണ്ട് ഇപ്പോൾ തുണിയൊക്കെ കൈ കൊണ്ടാണ് കഴുകൽ. ഞങ്ങളത് മാത്രം കഴുകും, ബാക്കി എല്ലാവരും ഓരത് സ്വന്തമായിട്ട് കഴുകും. മക്കളതും പിന്നെ ഹസ്ബൻഡിൻ്റെയും പിന്നെ എൻ്റെതും ഞാൻ ഒറ്റയ്ക്കാണ് കഴുകുക. അധികം ഉണ്ടാവുള്ളൂ, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. കൈ കൊണ്ടാണ് കഴുകുക. താഴെ ഇരുന്നിട്ട് നമ്മളവിടുത്തെ പോലെ ഫെസിലിറ്റി ഒന്നുമില്ല. നിന്നിട്ടൊക്കെ അടിച്ചടിച്ച് നല്ല വൃത്തിയാവും. ഇവിടെ ആണെങ്കിൽ ബ്രഷ് കൊണ്ട് എഴുതിയിട്ടാണ് കേക്ക്. അപ്പോൾ ഡ്രസ്സാണ് പെട്ടെന്ന് കീറി വരും, അധികം കാലമൊന്നും നിൽക്കില്ല. അങ്ങനെയാ. നോ ലാസ്റ്റത്തെ Q&A ഞാൻ ചെയ്തിരുന്നു. അതിൽ മോള് നല്ല കരയുന്നുണ്ടായിരുന്നു വീഡിയോ ഇങ്ങനെ ഞാൻ Q&A ചെയ്യുമ്പോൾ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് മോളെ ഫസ്റ്റ് മോളെ നോക്കിക്കൂടെ പിന്നെ Q&A ചെയ്തുകൂടെ എന്ന്. അപ്പോൾ അന്നേരം മോളടുത്തേക്ക് ഞാൻ പോവാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മോൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്ന അമ്മ എന്നെ കണ്ടാൽ ഇനിയും കൂടുതൽ കരയും. കുട്ടികളാണെങ്കിൽ മസാജ് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിലേ കരച്ചിലുണ്ടാവും. പിന്നെ ഓർക്ക് മസാജ് കമ്പൽസറി ആണ്. ഓർക്ക് എത്ര മസാജ് ചെയ്യാന്ന് വെച്ചാൽ അത്ര ഓർക്ക് ഓരോ കുട്ടിക്ക് ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംഭവം എനിക്കറിയാം സമയം എത്ര എടുക്കും മസാജ് ചെയ്യാൻ, ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ അത്ര സമയത്തിൽ Q&A ചെയ്തത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് മോളെ കരയിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണമെന്നൊന്നും ആരും വിചാരിക്കരുത്. അന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി നിങ്ങളോട് പറയാൻ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മോള് കരയുന്നുണ്ടല്ലോ, കുഞ്ഞ് കരയുന്നുണ്ടല്ലോ, നോക്കിക്കൂടെ എന്നൊക്കെ. അപ്പോൾ അതാണ് റീസണ് ഞാൻ പോവാത്തത്. അടുത്ത നമ്മൾ ഞാനിപ്പോൾ അടുത്ത് പോയാൽ നല്ല കരയും, ഇനിയും കൂടുതൽ കരയും. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് പോവാത്തത്. മോന് ഉറങ്ങിയിട്ടില്ലെന്ന്. മോളാണെങ്കിൽ ഉറങ്ങി എണീറ്റ് മോനെ ഇങ്ങനെ വെറുതെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കും പഠിക്കണമെന്നുണ്ടായി. അപ്പോൾ ഓളും ബുക്ക് എടുത്തിരിക്കുകയാണ്. ₹50 ഫിക്സ് ആക്കുമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിൽ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ നടുവിൽ കാണുന്ന ഇത് കാണുന്നത് ചില്ലുവളയാണ്.
वानी का टाइम है, 60 रुपए दे रहे, 80 का बिकता। हाँ। ये छोटी साइज है क्या? हाँ छोटा है। हाँ छोटे ही हैं। ഇതിങ്ങനെ ഫുള്ള് സെറ്റാക്കി ഇടുന്ന വളയാണേ. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണീച്ച ഇടാം. രണ്ടെണ്ണീച്ച ഇത് ചെറിയ കുട്ടികളെ വള. ഇത് ചെറിയ കുട്ടികളെ വള. सुनने वाला नहीं है ऐसे, कोई सुनने भी तो होना चाहिए उसमें. नहीं होंगे नहीं ना, इसलिए खा लेंगे. कौन से? हाँ चटकी नहीं है, वो ज्वाइंट है. ज्वाइंट है वो चटकी. ഇതൊക്കെ കാണുന്ന ചില്ലുവളയാണ് കേട്ടോ. अयो टूट गई, हमें कब पता. एक एक वो टूटी थी. अच्छा हाँ ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വള കളക്ഷൻസ്. ഇതൊക്കെയാണ് കളർഫുള്ള്. ഇത് ഏത് സാരിക്കും പറ്റും. नो इधर से देखो, पीछे देखो, पड़े पीछे से करो. इधर से आगे से नहीं करते, पीछे से करते. पीछे का किया जाता है. पीछे देख के यहीं रखी रहेंगे. मम्मी की लकड़ी नहीं करना चाहिए. लकड़ी यहीं रखी रही कह रही थी. ये क्या हो गया? अम्मा दे. ओहो कितना गजब का बोलता है. अम्मा दे. अम्मा दे. अम्मा तो कोई नहीं बोलता है घर पे. ये 30 रुपए. 30 रुपए केजी. मैं निकला ओ गड्डी लेके ओ रस्ते पर ओ सड़क पर एक मोड़ आया, मैं उठे दिल छोड़ आया यहाँ से आउट. या सही सही. यारों की यारी. हाँ ऐसे गाओगी. ये पतली खाने का होता फिर. ये इश्क हाय बैठे बिठाए जन्नत दिखाए और रामा. मागे मैया मोरी मैं नहीं माखन खायो भोर हुआ नाम मटके फूले फूटे तो बिटने आ കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും വന്നോളി. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്താണ് പിന്നെ ചോറുണ്ടാക്കിയിട്ട് എനിക്കൊരു സമാധാനം കിട്ടിയില്ല. ചോറ് കഴിക്കാൻ നല്ലോണം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി, ചോറുണ്ടാക്കി. അപ്പോൾ ഇന്ന് ചോറുണ്ട് രാത്രി. അച്ചാറ്, മുളക്, ചപ്പാത്തി. എല്ലാവരും വന്നോളി. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫുഡിലേക്ക്. എന്നിട്ട് അഭിപ്രായം എന്തായാലും പറയണം എങ്ങനെയുണ്ടെന്ന്. ഇനിയിപ്പോൾ എൻ്റെ പ്ലേറ്റ് ഇതാണ് കേട്ടോ. ഇന്ത്യയിൽ കറിയും ചോറും മാത്രമേ ഉള്ളൂ. പിന്നെ മുളകച്ചാറാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലേറ്റ്.
അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും അഭിപ്രായം എന്തെങ്കിലും പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തെങ്കിലും ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ, ടേക്ക് കെയർ. तो बहुत अच्छे से जानता है। का दिखा रहे हैं अंधेरा आ रहा एक्चुअली मुझे प्रोफेसर ने कहा था कि मैं उनकी ये फाइल